തൊടുപുഴ സ്വദേശിയായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. മണക്കാട് സ്വദേശി ലിബിന്റെ മരണം സുഹൃത്തിന്റെ മർദ്ദനമേറ്റെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതോടെ ലിബിന്റെ കുടുംബാംഗങ്ങൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകി. മണക്കാട് സ്വദേശിയായ ലിബിൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ലിബിൻ ബാത്റൂമിൽ വീണ് പരിക്കേറ്റതായി സുഹൃത്തുക്കൾ ലിബിന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് ബാത്റൂമിൽ വീണല്ല ലിബിന് പരിക്കേറ്റതെന്നും സുഹൃത്തിന്റെ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്നും അറിയുന്നത്. പരിക്കേറ്റ ലിബിനെ സുഹൃത്തുക്കൾ ആദ്യം അടുത്തുള്ള ക്ലിനിക്കിലാണ് എത്തിച്ചത്. അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും പിറ്റേ ദിവസം ലിബിനെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിൽ ആക്കുകയുമായിരുന്നു. ബാത്റൂമിൽ വീണാൽ സംഭവിക്കുന്ന പരിക്കല്ല ലിബിന് ഏറ്റതെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. അവൻ ഈ ഇൻസിഡന്റ് സംഭവിക്കുന്ന ഒരു 11 o'clock അമ്മനെ വിളിച്ചതാണ്. അമ്മയെ വിളിച്ച് സംസാരിച്ച് അമ്മ മോർണിംഗ് വിളിക്കാം, നാളെ സൺഡേ ആണ്, പള്ളിയിൽ പോകണം, അങ്ങനത്തെ നോർമലി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചത്. അതിനുശേഷമാണ് ഒരു 6 മണിക്ക് സൺഡേ മോർണിംഗ് 6 മണിക്കാണ് നമ്മളെ വിളിച്ചിട്ട് അവർ പറഞ്ഞത് അമ്മ ലിബിനിങ്ങനെ ബാത്റൂമിൽ വീണു, എന്നിട്ട് അവനിങ്ങനെ സ്റ്റിച്ചുണ്ട്, അവന് വയ്യ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാഷ് വേണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വിളിക്കുന്നു. പിന്നെ വിളിച്ചപ്പോൾ അവർ വന്ന് വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്താണ് മുൻപോട്ട് പോയത്. എല്ലാം ഒരു തുടക്കം മുതലേ സംശയത്തിൻ്റെ ഒരു ഇതാണ് മൊത്തം. അതെല്ലാവരും പറഞ്ഞു, ഹോസ്പിറ്റലിലുള്ളവരും ഫ്രണ്ട്സും കൂടെ ഇവനെ അറിയുന്ന വേറെ ഫ്രണ്ട്സും പറഞ്ഞു ഒരിക്കലും അവനങ്ങനെ സ്ലിപ്പായി വീഴാൻ ഒരു ചാൻസ് ഇല്ല, അങ്ങനെ ഒരു സാധ്യത അവരാരും കാണുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ ലിബിന്റെ കൂട്ടുകാർ ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ നില ഗുരുതരമായതോടെ കൂട്ടുകാരിൽ ഒരാൾ നാട്ടിലേക്ക് മുങ്ങി. ഇതാണ് സംശയം വർദ്ധിപ്പിക്കാൻ കാരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബാത്റൂമിൽ വീണ അങ്ങനെ ഐസിയിലാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല, അവർ തോന്നലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഒരു തലയടിച്ച് വീണ പോലത്തെ ഒരു മുറിവല്ല, തലക്കെട്ടെന്തോ അടി കിട്ടിയത് പോലത്തെ ഒരു മുറിവാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ 3 സുഹൃത്തുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ അവർക്ക് ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. അപ്പോഴാണ് മറ്റു 2 പേര് പറയുന്നത് ഈ മാറിയ ആൾ ഉപദ്രവിച്ചതാണ്, തലക്കിട്ട് ചവിട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. അവർ സാക്ഷികളാണ് 2 പേർ പറഞ്ഞത്. അവർ ഈ ലിബിനെ ചവിട്ടിയത് കണ്ടു, ആ ചവിട്ടിയത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. അവരെ അവൻ ഭീഷണിപ്പെടുത്തി അങ്ങനെ പുറത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അവന്മാർ നമ്മളോട് പറഞ്ഞത്. അവരെവിടുത്തേരാ? ഒരാൾ കട്ടപ്പനയുള്ളതാണ്, ഒരാൾ കണ്ണൂർ. മർദ്ദിച്ചു എന്ന് പറയുന്ന ആളെവിടെ? അയാൾ കാഞ്ഞിരപ്പള്ളിക്കാരൻ, ലിബിൻ എന്നാണ് അവരുടെ പേര്. ഒപ്പം താമസിച്ചവരുടെ മർദ്ദനമാണ് ലിബിന്റെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ ബംഗളൂരു പോലീസിൽ കുടുംബം പരാതി നൽകി. ലിബിന്റെ അവയവങ്ങൾ അമ്മയുടെ താൽപര്യപ്രകാരം ദാനം ചെയ്തു.